നമസ്തേ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഹെൽത്ത്, ആരോഗ്യവും അതിൻ്റെ നിർവചനവും സ്ട്രെസ്സും എന്ന വിഷയമാണ്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹെൽത്ത് എന്താണ്. ആരോഗ്യം എന്ന് പറയുന്നത് രോഗം ഇല്ലാത്ത ഒരവസ്ഥ. ഈ രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോമൺ വ്യൂവില്ല, സാധാരണക്കാരൻ്റെ ചിന്താഗതിയിൽ സമൂഹത്തിൽ മനുഷ്യന് രോഗമില്ലാത്ത അവസ്ഥയിൽ പെരുമാറുക, അത് ശാരീരികവും മാനസികവുമായി ഉല്ലാസവാനായി ജീവിക്കുക. അപ്പം ഒരു സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ സമൂഹത്തിൽ നന്നായി പെരുമാറാൻ സാധിക്കുക. ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ കുടുംബത്തിലോ വ്യക്തിപരമായോ അവന് നന്നായി ജീവിക്കാൻ സാധിച്ചാൽ അതിനെ നമ്മൾ ഹെൽത്ത് ഉള്ള, അത് ആരോഗ്യമുള്ള ജീവിതം എന്ന് പറയും. അല്ലെങ്കിൽ ഒരു രോഗമില്ലാത്ത അവസ്ഥ. സാധാരണ എനിക്ക് പ്രത്യേകിച്ച് എന്താ ആരോഗ്യവാനാണോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എനിക്ക് രോഗങ്ങളൊന്നുമില്ല, എനിക്ക് ഡയബറ്റിക് ഇല്ല, പ്രഷറില്ല, മറ്റ് അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ ആരോഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യം എന്ന് പറയുന്ന അവസ്ഥ ശാരീരികമായി ഒരു മനുഷ്യന് സമൂഹത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒത്ത് ചേർന്ന് പോകാൻ സാധിക്കുക. ഫിസിക്കലി ഫിറ്റാണ്, അതായത് എനിക്ക് ശാരീരികമായി ഒരു കുഴപ്പവുമില്ല, മറ്റ് അസുഖങ്ങളൊന്നുമില്ല, ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെ എനിക്കൊരു അസുഖം വന്നിട്ടില്ല. ഡോക്ടർമാർ നിരന്തരമായി എന്നുവെച്ചാൽ ഒരു അസുഖം വന്നിട്ട് നിരന്തരമായി കഴിക്കേണ്ട ഒരു മരുന്ന് ഞാൻ എടുക്കുന്നില്ല എന്ന് പറയുന്നതാണ് നമ്മൾ ഫിസിക്കലി ഫിറ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പം അങ്ങനെയാണ് രോഗമെന്ന് പറയുന്ന അവസ്ഥ. ഡിസീസ് എന്ന് ഡോക്ടർമാർ പറയുകയാണ് നിങ്ങൾക്ക് ഇന്ന രോഗമുണ്ട്. ഒരു ഡോക്ടർ പറഞ്ഞു തനിക്ക് ഹൈപ്പർ ടെൻഷനുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ പറയുകയാണ് നിങ്ങൾ പഞ്ചസാരയുടെ ഡയബറ്റിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരവസ്ഥയാണ് ഡിസീസ് എന്ന് പറയുന്നത്. അത് ഡോക്ടർ കണ്ടുപിടിച്ച് നമുക്ക് ഇന്ന രോഗമുണ്ടെന്ന് പറയുന്ന അവസ്ഥ ഡിസീസായിട്ട് പറയും. ഇൽനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന എൻ്റെ കാലിന് വേദനയുണ്ട്, കൈവേദനയുണ്ട്, തലവേദനയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വയറുവേദനയുണ്ട് എന്ന് പറയുന്നത് അത് എൻ്റെ ഫീലിംഗ് ആണ്. അത് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തില്ല. ഞാൻ വയറ്റുവേദനയായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ് തനിക്ക് വയറ്റിലൊരു അൾസറുണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിൽ ചെസ്റ്റിനൊരു പെയിനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. അപ്പോൾ അത് ഡിസീസായി. മറ്റേത് എനിക്ക് തോന്നുന്നതാണ് ഇൽനെസ് എന്ന അവസ്ഥ. അതേസമയം സിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ജോലിയിൽ പങ്കെടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരിക, അതല്ലെങ്കിൽ കുടുംബവുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ വരിക, അങ്ങനെയുള്ള അവസ്ഥയാണ് സിക്നെസ് എന്ന് പറയുന്നത്. അപ്പം ഇത് വ്യത്യാസമായി മനസ്സിലാക്കുക. ഹെൽത്ത് എന്ന് പറയുന്നത് ജനറലായിട്ടൊരു മനുഷ്യന് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുക, മറ്റു മരുന്നോ മറ്റു കാര്യങ്ങളും ഇല്ലാതെ സാധാരണഗതിയിൽ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരാളെ ശാരീരികമായി അയാൾ ഫിസിക്കലി ഫിറ്റാണ് പറയും. ഫിസിക്കലി ഫിറ്റ്, ആരോഗ്യവാനാണ്. അപ്പം ഒരു ഡോക്ടർ എന്തെങ്കിലും രോഗം തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിസീസായി. നമുക്ക് തോന്നുന്ന സിംറ്റം ആണെങ്കിൽ അത് ഇൽനെസ്സായി. അതേസമയം നമ്മൾ റെഗുലറായിട്ട് പങ്കെടുക്കുന്ന ജോലികളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായി നമ്മൾ ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിന് സിക്നെസ്സായി. അപ്പം ഇത് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ഓരോ ആൾക്കാരും കാണുന്നത്. വെസ്റ്റേൺ, ഈസ്റ്റേൺ, ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. വെസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ, ഡോക്ടർ കണ്ട് നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല, മരുന്നൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഫിസിക്കലി ഫിറ്റാണ്, ശാരീരികമായി നിങ്ങൾ ഫിറ്റാണ് എന്ന് പറയുന്ന അവസ്ഥയാണ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്. അത് വിദേശിലെ സാധാരണ ഒരാൾ ആരോഗ്യവാനാണോ എന്ന് ചോദിച്ചാൽ അതെ, ഡോക്ടറിനെ കണ്ടു, എൻ്റെ ചെസ്റ്റ് നോക്കി, അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് നടത്തി, ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു, എനിക്ക് യാതൊരു കുഴപ്പമില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ഓഫ് ഹെൽത്ത്. അതായത് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് വരുമ്പോഴത്തേക്ക് അത് മാനസികമായ ആരോഗ്യത്തിനും കൂടെ വരും. അത് ശരീരം മാത്രമല്ല, മാനസികമായിട്ട് അയാൾ ഫിറ്റാണ് എന്ന് പറയുന്നതാണ് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ്. അത് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ഒരാൾ ആരോഗ്യവാനാണ് എന്ന് പറയുമ്പോൾ ഇന്നർ പീസും കൂടെ, അത് നമ്മൾ മാനസിക ഒരു സ്പിരിച്വൽ ലെവലും കൂടെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ട് നമ്മൾ നന്നായി പെരുമാറുമ്പോഴാണ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓഫ് ഹെൽത്ത് പറയുന്നത്. അപ്പോൾ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ഡോക്ടർ തീരുമാനം എടുത്ത് ഡോക്ടർ ടെസ്റ്റൊക്കെ ചെയ്ത് നിങ്ങൾ ഫിറ്റാന്ന് പറയും, യു ഫിസിക്കലി ഫിറ്റ്, ഹെൽത്തിയാണ്.
ഈസ്റ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ മാനസികവും ശാരീരികവും മാനസികവും കൂടെ, അത് ശരീരത്തിന് മാത്രമല്ല മാനസികമായി കൂടെ നമ്മൾ ഫിറ്റ് ആകുമ്പോഴാണ് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് പറയുന്നത്. അത് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ അത് ഇന്നർ പീസാണ്, മാനസികമായ എനിക്ക്, അതായത് എൻ്റെ ഇന്നർ മീനിങ്, അത് സ്പിരിച്വൽ ലെവലിലൂടെ കൂട്ടിയിട്ടാണ്. അതുകൂടെ ഫിറ്റ് ആയിരിക്കും മാത്രമേ നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുള്ളൂ. അപ്പം ഒന്ന് ഡോക്ടർമാർ തീരുമാനിച്ച് നമ്മൾ രോഗമില്ലാത്ത അവസ്ഥ പറയാം, ഒന്ന് നമ്മളെ ശാരീരികവും മാനസികവുമായ അവസ്ഥ വരിക. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഇന്നർ പീസും കൂടെ വരും. നമ്മളൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യവാനാണോ? അതെ. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, ദൈവകൃപയാൽ അല്ല ഈശ്വരാനുഗ്രഹത്താൽ എനിക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇന്നർ പീസും കൂടെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് വരുമ്പോൾ. ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ നോർമൽ ലൈഫ്, ഞാനിപ്പോൾ ഒരു നോർമൽ ലൈഫാണ്, ആ നോർമൽ ലൈഫ് എനിക്കൊരു അസുഖമില്ലാത്ത ഇത് വന്നു, ഞാൻ സാധാരണ ജീവിതം നയിക്കുക. ഇനി ഏതെങ്കിലും നോർമൽ ലൈഫിൽ എനിക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാക്കി, ആ രോഗത്തിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്തു, ഡയഗ്നോസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതിന് പ്രോഗ്രസ് വന്നു, തിരിച്ച് നമ്മൾ സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നു, ഹെൽത്തി ആവുന്നു. അതായത് എനിക്കൊരു നോർമലായിട്ട് ഞാൻ ജീവിതം നയിച്ചുകൊണ്ട് പോവുകയാണ്, നോർമൽ ലൈഫിൽ നിന്ന് കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ വെൽബീയിങ്, സമൂഹത്തിൽ ആരോഗ്യകരമായിട്ട് ജീവിക്കുന്ന അവസ്ഥ. ആ നോർമൽ ലൈഫിൽ നിന്ന് എനിക്ക് ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായി, ഞാൻ ഡോക്ടറെ പോയി കണ്ടു, ഡോക്ടർ വന്ന് ഹൃദയത്തിനത് കുഴപ്പമുണ്ട്, ഞാനതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതിന് പ്രോഗ്രസ് വന്ന് നോർമലായിട്ട് വരിക, ജീവിക്കുക. ദാറ്റ്സ് കോൾഡ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം. ഒന്ന് നോർമലിൽ നിന്ന് ആരോഗ്യവാനായി ജീവിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റുള്ള നോർമൽ ലൈഫാണ്, ഒരു രോഗം വന്നു, ഡയഗ്നോസ് ചെയ്തു, അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതിന് പ്രോഗ്രസ് വന്നു, ഞാൻ നോർമലായിട്ട് വരിക. ദാറ്റ് ഈസ് കോൾഡ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം. പല മോഡൽസ് ഉണ്ട്, അതായത് ഓരോ പെർസ്പെക്റ്റീവ് വെച്ച്, ഓരോ ചിന്താഗതി അനുസരിച്ച് എന്താണ് ആരോഗ്യവാനായി. ഒരു മെഡിക്കൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ മോഡൽ, അത് നമ്മൾ ആരോഗ്യപരമായി നമ്മൾ നോക്കുമ്പോൾ രോഗം എന്തുകൊണ്ട് വന്നു, കോസ് ഓഫ് ഇൽനസ്, ഡിസീസ്, എന്തുകൊണ്ട് രോഗം വന്നു, അല്ലെ എന്താണ് രോഗം, അതിനെ ഡയഗ്നോസ് ചെയ്യാം. ആരാണ് റെസ്പോൺസിബിലിറ്റി, ഈ രോഗത്തിന് ആരാണ്, അത് നമ്മൾ ഒരിക്കലും ഒരു രോഗിയാണ് രോഗത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയില്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാത്തിനും നമ്മൾ പറയുന്നത് രോഗമുണ്ടാകാനുള്ള കാരണം എന്തെങ്കിലും വൈറസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണുബാധയായിരിക്കാം. അതിന് ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ്, ആ ട്രീറ്റ്മെൻറ്റ് അത് ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റൊക്കെ കണ്ടുപിടിച്ച് ഒരു സർജറി വേണം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം, അതാണ് നമ്മൾ ടെക്നോ ഓറിയൻറ്റഡ്. അതിന് ഡോക്ടറും ഫിസിഷ്യനും റിലേഷൻഷിപ്പ്, പ്രാക്ടീസ് ചെയ്യുന്ന ആളും ഫിസിഷ്യനും അതിൻ്റെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, അതാണ് മെഡിക്കൽ മോഡൽ. അപ്പം രോഗം ഉണ്ടായാൽ അതിന് എന്താണ് അതിന് കാരണം എന്ന് കണ്ടുപിടിക്കുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുക, അത് ഏത് മെത്തേഡിലാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുക, അതിനുള്ള മെഡിക്കൽ ഹെൽപ്പ്, അതാണ് മെഡിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഹോളിസ്റ്റിക് മോഡൽ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മാനസികമായി കൂടെ വരിക. കാരണം അതായത് നമ്മൾ ഒരു രോഗം വരുന്നു, അതിൻ്റെ കാരണത്തെ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ മാനസികമായ കാരണങ്ങളെക്കുറിച്ച് പഠിക്കും, സാമുദായികമായ കാരണത്തെക്കുറിച്ച്, അതിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്താൻ നിൽക്കുക. ദാറ്റ് ഇസ് ഹോളിസ്റ്റിക് മോഡൽ. ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്ന് പറയുന്നത് ശാരീരികവും സമുദായവും കൊണ്ട് ആ രോഗം ഉണ്ടാകുന്നു. ഒരാളുടെ സൈക്കോളജിക്കലും ശാരീരികവും മാനസികവും സമൂഹവും തമ്മിലുള്ള ബന്ധം, ഒരു രോഗം വരിക, ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത് ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്ന് പറയുന്നു. ഇനി സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത്, അത് സാമുദായികമായിട്ടുണ്ടാകുന്ന പ്രശ്നം, ചുറ്റുപാടുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെയാണ് സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത് എന്ന് പറയുമ്പം എന്താണ് ഹെൽത്ത്, എന്താണ് ആരോഗ്യം, അത് ഡിസീസ് എന്താണ്, ഇൽനെസ് എന്താണ്, സിക്നെസ് എന്താണ്, അതിനെക്കുറിച്ചുള്ള വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്, ഈസ്റ്റേൺ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. പിന്നെ ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം, എന്താണ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം, ഇതാണ് നോർമൽ ലൈഫ്, എങ്ങനെ ഒരു രോഗമുണ്ടാകുന്നു, ആ രോഗം വന്നാൽ അതിനെങ്ങനെ കണ്ടുപിടിക്കുന്നു, ആ കണ്ടുപിടിക്കുന്നത് എങ്ങനെ ചികിത്സിക്കുന്നു, അതിനെങ്ങനെ പ്രോഗ്രസ് ചെയ്ത് നോർമൽ ലൈഫിലേക്ക് പോവുക, അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ നിന്ന് സമുദായവുമായിട്ട് ചേർന്ന് പോവുക. ദാറ്റ് ഇസ് കോൾഡ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പല മോഡൽസ് ഓഫ് ഹെൽത്തും ഇൽനെസ്സും ഉണ്ട്. ഒന്ന് മെഡിക്കൽ മോഡലാണ്, രോഗം കാണുക, രോഗത്തിന് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുക, അതിന് ട്രീറ്റ്മെൻറ്റ് വെക്കുക, അത് ഏത് രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുക, അത് ഡോക്ടർമാരും ബാക്കിയുള്ളവർ എങ്ങനെ ആ രോഗിയായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം.
ഹോളിസ്റ്റിക് മോഡൽ എന്ന് വെച്ചാൽ എന്താണ് മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്താണ് സാമുദായികമുണ്ടായി നിൽക്കുന്നത്, ഇതിന് ആധ്യാത്മിക തലത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ രീതിയിൽ അയാളെ പുറത്ത് കൊണ്ടുവരാം. പിന്നെ ശാരീരികവും മാനസികവും സാമുദായികവുമായ കാരണങ്ങൾ ഒരു രോഗമുണ്ടാകാൻ, ആ രോഗത്തെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ സമൂഹം ഒരു രോഗമുണ്ടാക്കാൻ എങ്ങനെ ഇടവരുന്നു, അതിൽ നിന്ന് എങ്ങനെ വരും, ദാറ്റ് ഈസ് കോൾഡ് സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത്. ഇനി കോൺസെപ്റ്റ് വെൽബീയിങ്, ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. വെൽബീയിങ് എന്ന് പറഞ്ഞ് മനുഷ്യൻ സന്തോഷത്തോടു കൂടി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നന്നായി ആൾക്കാരുമായിട്ട് ചേർന്ന് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടി യാതൊരു സ്ട്രെസ്സുമില്ലാതെ ഡിസ്കംഫർട്ടും ഇല്ലാതെ നമ്മൾ ജീവിക്കുക. അതായത് സന്തോഷമുണ്ടാകണം. ആ സന്തോഷം എന്ന് പറയുന്നത് അതിൻ്റെ ആകെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ കാണും. അതായത് ശാരീരികമായി വേണം, മാനസികമായ ഇന്നർ പീസ് വേണം. ഇത് മാത്രം ഉണ്ടായപ്പോലെ സമുദായവുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കണം. അത് ചേർന്ന് നിന്നാൽ പോലെ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണം. മറ്റ് സ്ട്രെസ് ഒന്നും ഉണ്ടാകരുത്, ഒരു ഡിസ്കംഫോർട്ടും ഉണ്ടാകാതെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് വെൽ ബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സബ്ജക്റ്റീവായിട്ടുണ്ട്. അത് നമ്മൾ ജോലി സ്ഥലത്തൊക്കെ നന്നായി, എനിക്ക് മാനസികമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ശാരീരികമായിട്ട് വലിയ കുഴപ്പമില്ല, സമുദായവുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് സബ്ജക്റ്റീവ്. അത് ഒരാളുടെ ഫീലിംഗ് ആണ്, എനിക്ക് തോന്നുന്നതാണ് അത്. പക്ഷെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരാൾ എമോഷണലി വെൽബീയിങ് ആയിരിക്കണം. അതായത് എമോഷണലി വൈകാരികമായി അയാൾക്ക് ചേർന്ന് പോകാൻ സാധിക്കണം. എന്നുവെച്ചാൽ ആവശ്യമില്ലാതെ എമോഷൻ ഡിസ്ട്രെസ് ഉണ്ടാകുക, സങ്കടം വരാതിരിക്കുക, അധികം സന്തോഷം ഉണ്ടാകാതിരിക്കുക, സമുദായത്തിലുണ്ടാകുന്ന ചേഞ്ചുകളിൽ നമ്മൾ മാനസികമായിട്ട് ചേരാൻ സാധിക്കുക, വൈകാരികമായി അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. അങ്ങനെയുള്ളതാണ് എമോഷണൽ വെൽബീയിങ് എന്ന് പറയുന്നത്. നമ്മൾ പറയും ഇയാൾ വൈകാരികമായി ആരോഗ്യവാനാണ്, നന്നായി പെരുമാറുന്നുണ്ട്. ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ. നോർമൽ, ഇത്രയും പ്രായമായി എനിക്ക് യാതൊരുവിധ അസുഖങ്ങളുമില്ല, ഞാനിപ്പോൾ ഡോക്ടറെ കണ്ടു, ഡോക്ടർ ചെക്ക് ചെയ്തു, എനിക്ക് ഈ ശരീരത്തിന് യാതൊരു കുഴപ്പവുമില്ല, മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇതേപോലെ ജീവിച്ചാൽ മതി. അപ്പോൾ ഫിസിക്കലി ഐ എം ഫ്രീ. ദാറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ വെൽബീയിങ്. സാമുദായികമായിട്ട് ചേർന്ന് സമൂഹത്തിൽ ചേർന്ന് നോക്കുക, മറ്റ് സമുദായങ്ങളിലും മറ്റുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കുക. സമൂഹത്തിൻ്റെ ചേഞ്ചസും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും, ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ ചെയ്യും. ടെക്നിക്കലാകാം, ചിലപ്പം കാലം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമാകാം, ചിലപ്പം വ്യാവസായികമായിട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങളാകാം. ഇതുമായിട്ട് ചേർന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഓൾ സോഷ്യൽ വെൽബീയിങ്. വർക്ക് പ്ലേസ്, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ജോലിയുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കുക, അതിൻ്റെ ആൾക്കാരുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കുക, നമ്മുടെ കൊളീഗ്സുമായിട്ടുള്ള നമ്മുടെ കൂട്ടത്തിൽ സഹ വർക്കേഴ്സുമായിട്ട് നമുക്ക് ചേർന്ന് ചെയ്യാൻ പോയി. അതാണ് വർക്ക് പ്ലേസ് വെൽബീയിങ് എന്ന് പറയുന്നത്. ദെൻ സൊസൈറ്റൽ വെൽബീയിങ്. സൊസൈറ്റിയിൽ ആകപ്പാട് സമുദായത്തിലുണ്ടാകുന്ന മാറ്റം, മറ്റേ സമൂഹത്തിൻ്റെ വ്യക്തികളുമായിട്ട്, ഇത് സമൂഹത്തിലുള്ള മാറ്റങ്ങളോട് ഉൾക്കൊള്ളാൻ സാധിക്കുക. പെട്ടെന്ന് മാറ്റങ്ങളുണ്ടാകും സമൂഹത്തിൽ, ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകാം. ചിലർ പറയും എനിക്കിത് ചേരാൻ സാധിക്കുന്നില്ല, പുതിയ ടെക്നോളജി വന്നു, എനിക്കിപ്പം കുട്ടികൾ ഇത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പുതിയ പുതിയ മൊബൈൽ ഫോൺസ് വരുന്നു, ടെക്നിക്കൽ പല കാര്യങ്ങളും നടക്കുന്നു, എനിക്കതുമായിട്ട് ചേരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ വ്യാവസായികമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു, അപ്പോൾ ഇതിലെനിക്കുള്ള വേണ്ട. അപ്പോൾ അതുമായിട്ട് ചേരാൻ പോകുന്നതാണ് സൊസൈറ്റൽ വെൽബീയിങ്. സമൂഹത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുണ്ടാകുന്ന, അതല്ലെങ്കിൽ സൊസൈറ്റിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എല്ലാവരും പറയുന്നത് ഞങ്ങൾ നേരത്തെ ഗ്രാമത്തിലായിരുന്നു വരുന്നത്, ഇപ്പം ഗ്രാമത്തിൽ നിന്ന് മാറി ഇവിടെ ഇപ്പോൾ കൃഷിയൊന്നുമല്ല, ഇപ്പോൾ കൂടുതൽ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാകുന്നു, കൂടുതൽ കെട്ടിടങ്ങളുണ്ടാകുന്നു, അല്ല മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ, ഇതുമായിട്ട് ചേരാൻ പറ്റുന്നില്ല എന്ന് പറയും. പക്ഷേ അതുമായിട്ട് നമ്മൾ ചേർന്ന് പോകുന്ന അവസ്ഥയാണ് സൊസൈറ്റൽ വെൽബീയിങ്. അപ്പം രണ്ട് രീതിയിലാണ് കോൺസെപ്റ്റ് ഓഫ് വെൽബീയിങ്. ഒരാൾ സമുദായവുമായിട്ട് ചേർന്നു, അല്ലെങ്കിൽ ശാരീരികമായി മാനസികമായി അയാൾ ചേർന്ന് പോകാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷകരമായി തീരാൻ സാധിക്കുന്നത്, അതാണ് കോൺസെപ്റ്റ് വെൽബീയിങ് എന്ന് പറയുന്നത്. അത് സബ്ജക്റ്റീവ് വെൽബീയിങ് ഉണ്ട്, ഒബ്ജക്റ്റീവ് വെൽബീയിങ് ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവിൽ എമോഷണൽ, ഫിസിക്കൽ, സോഷ്യൽ, വർക്ക് പ്ലേസ് ആൻഡ് സൊസൈറ്റൽ വെൽബീയിങ്. ഇനി അതാണ് ആദ്യത്തെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഇനി സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും, സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിനോടുള്ള പ്രതികരണമാണ്. അപ്പം എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. ഒരേ സാഹചര്യങ്ങളിൽ തന്നെ ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും, സ്ട്രെസ്ലെസ് ആയിരിക്കാം. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്നു, പെട്ടെന്നൊരു മഴ പെയ്യുന്നു,
ഒരു കല്യാണം നടക്കുന്നു, പെട്ടെന്ന് ഒരു മഴ പെയ്യുന്നു, അത് എനിക്ക് സ്ട്രെസ് ആയിരിക്കാം. കാരണം എൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കാം, പെട്ടെന്നൊരു മഴ പെയ്യുന്നു, എനിക്ക് സ്ട്രെസ് ആയിരിക്കാം. അതേസമയം കൃഷി ഇറക്കിയ ഒരു കർഷകന്, മഴ കാത്തിരിക്കുന്ന കർഷകന് മഴ പെയ്യുന്നത് സ്ട്രെസ് ആയിരിക്കുകയില്ല. അപ്പം ഒരു നല്ലപോലെ പഠിച്ച കുട്ടികൾക്ക് റാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്നത്, പരീക്ഷ എഴുതാനായിട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നത് സ്ട്രെസ് ആയിരിക്കില്ല. അതേസമയം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ എന്ന് സംശയമുള്ള ആൾക്കാർക്ക് പരീക്ഷ സ്ട്രെസ് ആയിരിക്കാം. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ പ്രവർത്തനമാണ്. അതേസമയം ഒരേ സാഹചര്യങ്ങൾ, ഒരേ കാര്യങ്ങൾ ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും, ചില സ്ട്രെസ്ലെസ് ആയിരിക്കാം. അതായത് പരീക്ഷ എഴുതാൻ പോകുന്നത് മാത്രമല്ല, ഇപ്പം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിക്കുക, വണ്ടി ഭയങ്കര സ്പീഡിൽ പോകണം, കാരണം സമയത്തെത്തണം. ആ സമയത്തെത്താൻ വേണ്ടി വണ്ടി വേഗം ഓടിക്കുന്നത്, സ്പീഡ് കൂട്ടി ഓടിക്കുന്നത് എനിക്ക് സ്ട്രെസ് ആയിരിക്കില്ല. അതേസമയം അതേ സ്പീഡ് ഞാൻ നോർമൽ സമയത്താണെങ്കിൽ എനിക്ക് വിചാരിക്കും സ്ട്രെസ് ആയിട്ട് വിചാരിക്കും. ഒരേ സാഹചര്യം ഒരേ വ്യക്തിയിൽ ചിലപ്പോൾ സ്ട്രെസ്സും ആയിരിക്കാം, സ്ട്രെസ്ലെസ്സും ആയിരിക്കാം. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ പർട്ടിക്കുലർ സാഹചര്യത്തോട് നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം പ്രതികരിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന സമ്മർദ്ദം, ആ സമ്മർദ്ദത്തെ നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പം സമ്മർദ്ദമായതുകൊണ്ട് സ്ട്രെസ് ആയിരിക്കും നിർബന്ധമൊന്നുമില്ല. അപ്പം ചിലപ്പോൾ അത് ഒരു എൻവോൺമെൻറ്റ്, ചിലപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ഉണ്ടാകുന്ന പ്രശ്നം, ചുറ്റുപാടും ഉണ്ടാകുന്ന പെട്ടെന്നൊരു മഴയായിരിക്കാം, അത് എൻവോൺമെൻറ്റൽ ഇവൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായി പെരുമാറാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. അപ്പം ഇതിന് സ്ട്രെസ് ആയിരിക്കാം, സ്ട്രെസ്സേഴ്സ് ആയിരിക്കാം. അപ്പം അതിന് ഏത് സംഗതിയാണോ വരുന്നത് അതിനെയാണ് സ്ട്രെസ്സും സ്ട്രെസ്സേഴ്സും നമ്മൾ പറയുന്നത്. അപ്പം ഇത് ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും കൂടെ പ്രവർത്തനം. അപ്പം ഒരു പർട്ടിക്കുലർ ഡിമാൻഡിനോട്, പർട്ടിക്കുലർ സാഹചര്യത്തോട് മനസ്സും ശരീരവും എങ്ങനെ പെരുമാറുന്നു, ആ പെരുമാറ്റത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനസ്സും ശരീരവും ആ സാഹചര്യത്തോട് എങ്ങനെ പെരുമാറുന്നു, റിയാക്ട് ചെയ്യുന്നു, ആ റിയാക്ഷനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ഒരേ സാഹചര്യം മനസ്സിലാക്കേണ്ട, ഒരേ സാഹചര്യം ഒരേ വ്യക്തിയിൽ ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും, ചിലപ്പോൾ സ്ട്രെസ് അല്ലായിരിക്കാം. ഒരേ സാഹചര്യം ഒരാൾ സ്ട്രെസ് ആയിരിക്കാം, ഒരാൾ സ്ട്രെസ് അല്ലായിരിക്കാം. അപ്പം ചില സ്ട്രെസ്സുകൾ ഇത് മനസ്സിലാക്കണം. സ്ട്രെസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സംഗതിയോട് ആ പർട്ടിക്കുലർ സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ മനസ്സും ശരീരവും പ്രതികരിക്കുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ഒരേ വ്യക്തിയിൽ ചിലപ്പം സ്ട്രെസ് ആയിരിക്കാം, ഒരേ സാഹചര്യം ഒരേ വ്യക്തിയിൽ സ്ട്രെസ് ആയിരിക്കും, ചിലപ്പോൾ സ്ട്രെസ് അല്ലായിരിക്കാം. അതേപോലെ തന്നെ ഒരേ വ്യക്തി, ഒരേ സ്ട്രെസ് സാഹചര്യം രണ്ട് വ്യക്തികളിൽ ഒരാൾക്ക് സ്ട്രെസ് ആയിരിക്കും, ഒരാൾക്ക് സ്ട്രെസ് അല്ലായിരിക്കാം. അപ്പം നമ്മുടെ മനസ്സും ശരീരവും ആ പ്രത്യേക സാഹചര്യത്തോടെ എങ്ങനെ പെരുമാറുന്നു, റിയാക്ട് ചെയ്യുന്നു, ആ റിയാക്ഷനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ഒരു സാഹചര്യവും മനസ്സും ശരീരവും അതിനെ എങ്ങനെ എടുക്കുന്നു അതുകൂടെ ഉണ്ട്. കാരണം ഇത് അപ്രൈസിൽ ചെയ്ത ഹൗ യു ആർ പെർസീവിങ്, ആ കാര്യത്തെ എങ്ങനെ കാണുന്നു, അത് നമുക്ക് തോന്നുക ടാക്സിങ് ആണെന്ന് തോന്നുക, അത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുക. ആ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് നമുക്ക് നന്നായി പെരുമാറാൻ പറ്റാതെ വരിക. അപ്പം ഒന്നുകൂടെ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു സാഹചര്യം, ആ സാഹചര്യം പർട്ടിക്കുലർ വ്യക്തിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്, അല്ലെ എന്നെക്കൊണ്ട് കഴിയാത്തതാണ്, എന്നെക്കൊണ്ട് സാധിക്കാത്തതാണ് എന്ന് പറയാം. അപ്പോൾ ആളുടെ മുകളിലുണ്ടാകുന്ന വികാരം അയാൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണെന്ന് ചിന്തിക്കണം. അപ്പം ആ ബോഡിയിലുണ്ടാകുന്ന റിയാക്ഷനാണ്. അല്ലെങ്കിൽ അയാൾക്ക് സമൂഹമായിട്ട് അല്ലെങ്കിൽ ആ സാഹചര്യമായിട്ട് ചേരാൻ പറ്റാത്തതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. കാരണം സ്ട്രെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇതിനകത്ത് സ്ട്രെസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ ശരീരം അതിനോട് പ്രതികരിക്കുന്നു, എന്തുകൊണ്ടൊക്കെ ഉണ്ടാകുന്നു, അതെങ്ങനെ നമുക്ക് അളക്കാം, അതിനെ എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇത് സ്ട്രെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. അപ്പം ഇത് ബോഡിയുടെ റിയാക്ഷനാണ്. അപ്പോൾ പല പെർസ്പെക്റ്റീവ് ഉണ്ട്. ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ്,
ഇത് ലാക്ക് ഓഫ് ഇന്നർ ഈസ്റ്റേൺ നമ്മൾ പറഞ്ഞ വെസ്റ്റാണ്. ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികമായി എപ്പോഴും നമ്മൾ ഈസ്റ്റേണും വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലാണ്. ഒന്ന് വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ എപ്പോഴും പറയുന്നത് ശരീരവും മനസ്സും തമ്മിലാണ്. ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് നമ്മുടെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ ഇന്നർ പീസാണ്. അതായത് കാമായിട്ട് നമ്മൾ ഇരിക്കുക. ഏത് സാഹചര്യം വന്നാലും നമ്മൾ നേരിടാനായിട്ടുള്ള മാനസികമായിട്ട് നമ്മൾ രൂപപ്പെടുക. അതാണ് നമ്മൾ യോഗയൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞത്. യോഗയൊക്കെ ചെയ്തിട്ട് യോഗയിൽ എങ്ങനെയാണ് പറയുന്നത്? ഇന്നർ പീസാണ് നമ്മളത്. മെഡിറ്റേഷൻ ഇന്നർ പീസാണ് നമ്മൾ പറയുന്നത്. പക്ഷെ വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ബോഡിയും മനസ്സും എങ്ങനെ എമോഷണലി അതിനോട് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ ആബ്സൻസ് ലാക്ക് ഓഫ് ഇന്നർ പീസാണ്. ഇന്നർ പീസ് ഇല്ല എങ്കിൽ, അതായത് ആ സാഹചര്യത്തെ നമ്മൾ മാനസികമായി നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ, ഇന്നർ പീസ് എൻ്റെ സമാധാനം കെടുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് ആണ്. ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് ഇന്നർ പീസാണ്, ആന്തരികമായ സമാധാനം. അതാണ് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ്. ആന്തരികമായി സമാധാനം, മാനസികമായി മാനസികം നല്ലതിന് പറയുന്നത്, ആന്തരികമായ, അത് ആത്മീയമായി എന്ന് വേണം നമുക്ക് പറയാം. ആത്മീയമായി നമുക്ക് സമാധാനമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നതാണ് ഈസ്റ്റേൺ ചിന്താഗതി. ഇത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലും ഈസ്റ്റേൺ കൾച്ചറിലുമുള്ള സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഫിസിക്കലാകാം, സൈക്കോളജിക്കലാകാം, എൻവയോൺമെൻറ്റലാകാം, അപ്പം സോഷ്യലാകാം. ശാരീരികമായി നമുക്ക് പറ്റുകയില്ല. ശരീരം കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഈ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതിയിൽ ഈ പർട്ടിക്കുലർ കാര്യങ്ങൾ എൻ്റെ മാനസികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തോന്നുന്നു. ഒന്ന് മനസ്സിലാക്കാം. എന്നോടൊരു ജോലി ചെയ്യാൻ പറയുമ്പോൾ ശാരീരികമായി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ശരീരം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് ശരീരത്തിനുണ്ടാകുന്ന കുഴപ്പം. മാനസികമായി എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സുകൊണ്ടാണ് അത് പറ്റുന്നില്ല എന്നെനിക്ക് തോന്നുക. ചുറ്റുപാടുകൾ കൊണ്ട്, ഈ സാഹചര്യത്തിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രഷർ അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലൈഫ് ഈവൻസ് ആകാം. ഒന്നെങ്കിൽ ശാരീരികമായി ഉണ്ടാകുന്ന കാര്യം നമുക്ക് സ്ട്രെസ് ആകാം, സൈക്കോളജിക്കലായി ഉണ്ടാകുന്ന കാര്യമാകാം, അല്ലെ ചുറ്റുപാടുകളും ഉണ്ടാകുന്ന കാര്യം, സൊസൈറ്റിയിലാകാം, ലൈഫ് ഇവൻസ് ആകാം. വേറെ രീതിയിലൂടെ നമുക്ക് എടുക്കാം. എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം ശരീരം കൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെ ശരീരത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകാം, അപ്പം അതൊരു സ്ട്രെസ്സായി. മാനസികമായി എൻ്റെ ഇപ്പോഴത്തെ ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആയിരിക്കുന്നു, ഒരു കാര്യം ചെയ്യണമെന്ന് പറയും, അതെനിക്ക് ചെയ്യാൻ പറ്റാതെ വരിക, അത് സൈക്കോളജിക്കലായിട്ട്. ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാകാം, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക കൊണ്ട് എന്തെങ്കിലും ഒരു സാഹചര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും, അത് എൻവയോൺമെൻറ്റൽ സ്ട്രെസ് ആകാം. സമുദായത്തിലുണ്ടായ സാമൂഹികമായ മാറ്റങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ലൈഫ് ഇവൻറ്റ്സ്, എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ, ഒരു കാര്യം ചെയ്യാൻ വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ലൈഫ് ഇവൻറ്റ്സ്, ഇതെല്ലാം സ്ട്രെസ് ഉണ്ടാകും. ഫിസിയോളജിക്കലായിട്ടുണ്ടാകാം, സൈക്കോളജിക്കലാകാം, എൻവയോൺമെൻറ്റൽ ഉണ്ടാകാം, സോഷ്യൽ ആകാം, ലൈഫ് ഇവൻറ്റ്സ് ആകാം. നേച്ചർ ഓഫ് സ്ട്രെസ് നേച്ചർ അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡേ ടു ഡേ ഫങ്ഷനിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം അത് ഒന്നെങ്കിൽ നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒപ്റ്റിമൽ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്ത് നമുക്ക് തോന്നുക. അങ്ങനെ വരുമ്പോൾ മനസ്സും ശരീരം കൊണ്ട് അതിനെ ചേരാൻ പറ്റാതെ വരിക. അപ്പം അതിനെ പെർഫോമൻസിന്, പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, നമ്മുടെ വ്യക്തികളെ ഒരു പ്രവൃത്തിയെ അത് ബാധിക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും സ്ട്രെസ് ആയിരിക്കണം നിർബന്ധമില്ല, അത് ബിയോണ്ട് ഓപ്റ്റിമൽ ലെവലാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം വരുമ്പോൾ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യത്തിനെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താക്കുക, അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഫങ്ഷൻ ഡേ ടു ഡേ കാര്യങ്ങളുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യണം, അപ്പോഴേ അത് സ്ട്രെസ് ആവുള്ളൂ. അപ്പം സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ മാനസികമായോ ശാരീരികമായിട്ടോ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ആ ലെവലിന് അപ്പുറമാകുക. ആ അപ്പുറമാകുന്നത് കൊണ്ട് സാഹചര്യങ്ങളായിട്ട് നമുക്ക് ചേരാൻ പറ്റാതെ വരിക, അത് നമ്മുടെ ശാരീരികവും മാനസികവുമായി ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ ചേരാനായിട്ട് അത് ഉണ്ടാകുക.
ആൻഡ് അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ, അത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഫലത്തെ നമ്മൾ ബാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഒപ്റ്റിമൽ ലെവലിന് അപ്പുറമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അത് നമ്മുടെ മാനസികമായി ശാരീരികമായി നമ്മളെ എഫക്റ്റ് ചെയ്തിരിക്കണം. ആ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചിന്താഗതിക്ക് അപ്പുറമായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയെ, പെർഫോമൻസിനെയും ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ഒരു ഇൻഡിവിജ്വലിനെ ബാധിക്കണം. അപ്പോൾ അങ്ങനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഒന്ന്, നമ്മുടെ ഓപ്റ്റിമൽ ലെവലിന് അപ്പുറമാകുന്ന ഒരു കാര്യമായിരിക്കണം. അത് നെഗറ്റീവായിരിക്കണം. അത് നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ ഇൻ്റർഫിയർ ചെയ്യണം. ആ ഇൻ്റർഫിയർ ചെയ്യുന്നതുകൊണ്ട് ഇൻഡിവിജ്വലിൻ്റെ ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങളെ ബാധിച്ചിരിക്കണം. അത് ബാധിക്കുന്നതുകൊണ്ട് അവൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കണം. അല്ലെങ്കിൽ പ്രവൃത്തിയെ, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നവരുടെ ഫലത്തെ ബാധിക്കുന്നതായിരിക്കും. അതിന് സ്ട്രെസ് എന്ന് പറയുന്നത്. എത്രയാണ് സ്ട്രെസ്സിൻ്റെ നേച്ചർ? എത്ര തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്? യൂട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് സ്ട്രെസ്സാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന്, ഞാൻ എൻ്റെ കല്യാണം കഴിക്കാമോ എനിക്ക് സ്ട്രെസ് ഉണ്ടായി, ഇറ്റ്സ് എ പോസിറ്റീവ് സ്ട്രെസ്. അല്ലെ ഒരു പുതിയ ജോലിയിലേക്ക് പോകുന്നു, ഇതെന്തായിരിക്കും, ഞാൻ എങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുക, അപ്പോൾ സ്ട്രെസ് ഉണ്ട്, അതൊരു പോസിറ്റീവ് സ്ട്രെസ്സാണ്. അപ്പം ഏതെങ്കിലും ഒരു കാര്യം, നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഫലം എന്താണ് എന്ന് നമ്മൾ വിചാരിക്കുക. ഒരു ജോലിക്ക് കയറാൻ പോവുക, ഞാൻ പുതിയ ഒരു ജോലിക്ക് കയറാൻ പോകുമ്പോൾ എന്തായിരിക്കും ഇന്ന് എനിക്കവിടെ ഉണ്ടാകുക, അല്ലെങ്കിൽ ഈ ജോലി ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാകാൻ പറ്റും. അപ്പോൾ പുതിയ ആൾക്കാർ, പുതിയ സാഹചര്യങ്ങൾ, പുതിയ പ്രവൃത്തി മേഖലകളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് ഇറ്റ്സ് എ പോസിറ്റീവ് സ്ട്രെസ്. ചില സ്ട്രെസ് ഉണ്ട് ന്യൂട്രസ്, ദാറ്റ് ഈസ് കാൾഡ് ഹെൽപ്ഫുൾ ആയിരിക്കുകയില്ല, അത് ഹാംഫുള്ളും ആയിരിക്കും. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഉപകാരപ്രദമായിരിക്കില്ല, എന്നാലും ഉപദ്രവകരമായിരിക്കുകയും ചെയ്യും. അതായത് നമുക്ക് സ്ട്രെസ്, പരീക്ഷയ്ക്ക് എഴുതാൻ പോവാം, സ്ട്രെസ് കൂടി പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല, ദാറ്റ്സ് എ ന്യൂട്രസ്. മറ്റേ യൂട്രസ് ഇത് ന്യൂട്രസുമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് നമ്മുടെ പരീക്ഷയെ നെഗറ്റീവായിട്ട്, പരീക്ഷയ്ക്ക് ജയിക്കുമോ എന്നുള്ള സ്ട്രെസ് കൂടി, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കണമെന്ന് അച്ഛനും അമ്മയും നിർബന്ധിക്കുന്നതായ, അല്ലെങ്കിൽ വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് ടീച്ചേഴ്സ് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന, അങ്ങനെ വരുമ്പോൾ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ വരിക, അത് ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ്. ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഗതി ഉണ്ടാകുമ്പോൾ അതിന് ഓപ്റ്റിമൽ ലെവലിന് അപ്പുറമാകുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഓപ്റ്റിമൽ ലെവലിന് മുകളിൽ നല്ല താഴെയാകുന്നു, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ട്രെസ്. ഇതാണ് നമ്മൾ സാധാരണ ഡിസ്ട്രെസ്സിനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. പോസിറ്റീവിന് നമ്മൾ സ്ട്രെസ്സായിട്ട് നമ്മളങ്ങനെ പറയാറുള്ളത്. പോസിറ്റീവ് സ്ട്രെസ്സാണ്, കുഴപ്പമില്ല, പുതിയ സ്ഥലത്തേക്ക് പോകുമല്ലേ. മറ്റേത് ചെയ്യാൻ പറ്റാതെ വരിക, അത് നമ്മൾ ന്യൂട്രസ് ആയിട്ട് നെഗറ്റീവ് സ്ട്രെസ്സാണ്. സാധാരണഗതിയിൽ പറയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്, ഡിസ്ട്രെസ്. അത് രണ്ട് തരത്തിലുണ്ട്. ഹൈപ്പർ സ്ട്രെസ് ആകാം, അത് എക്സസീവ് സ്ട്രെസ്, ഒരു പരിധിക്ക് അപ്പുറം വരിക, അല്ലെങ്കിൽ ഹൈപ്പോ സ്ട്രെസ്, ഒരു പരിധിക്ക് താഴെ വരിക. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്: യൂട്രസ്, ന്യൂട്രസ്, ഡിസ്ട്രെസ്. ആ ഡിസ്ട്രെസ്സിന് ഒന്ന് ഹൈപ്പർ സ്ട്രെസ്സും ഹൈപ്പോ സ്ട്രെസ്സുമാണ്. അപ്പോൾ സ്ട്രെസ് എപ്പോഴും എഴുതുമ്പോൾ, സ്ട്രെസ്സിനെ കുറിച്ച് എഴുതുമ്പോൾ എന്താണ് സ്ട്രെസ്, അതിൻ്റെ നേച്ചർ എന്താണ്, എത്ര തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്, സിംറ്റംസ് എന്തൊക്കെയാണ്, സിംറ്റംസ് ഉണ്ടാകും, എന്തൊക്കെയാണ് ഒരു സ്ട്രെസ്സിൻ്റെ ഫിസിക്കൽ സിംറ്റം. അതായത് പെട്ടെന്ന് തലവേദന എടുക്കുക, വയറ്റുവേദന എടുക്കുക, കാലുവേദന എടുക്കുക, നടക്കാൻ പറ്റാതെ വരിക, എനിക്ക് ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റാതെ വരിക, ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുക, ഇതൊക്കെ ഫിസിക്കൽ സിംറ്റംസ് ആകാം. ഇപ്പോൾ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര വിറയൽ വരാം, ബോധം കെട്ട് വീഴാം, വിറയ്ക്കാം, ചിലപ്പോൾ നിന്നിടത്ത് ബഹളം ഉണ്ടാക്കുന്നു, ഒച്ച വെക്കുന്ന, ഇതൊക്കെ ഫിസിക്കൽ സിംറ്റംസ് ആണ്. കാല് വയ്യ, കൈ വയ്യ, എനിക്ക് നടക്കാൻ വയ്യ. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗീതോപദേശത്തിൽ അർജുനൻ യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ചെയ്യുന്ന സമയത്ത് കൃഷ്ണനോട് പറയുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഗാണ്ഡീവം താഴെ പോകുന്നു, ഞാനിതെല്ലാം താഴെ വെച്ച് നമസ്കരിക്കുന്നു. സ്ട്രെസ് കൂടിയിട്ടാണ്. കാരണം ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആളുമായിട്ട് യുദ്ധം ചെയ്യണം. ആദ്യം പറയുന്നത് എൻ്റെ കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഗാണ്ഡീവം താഴെ പോകുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ സിംറ്റംസ്. എമോഷൻ സിംറ്റംസ്, കരച്ചിൽ വരുന്നു,
എനിക്ക് എനിക്ക് ആ സങ്കടം വരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നു, എനിക്കിവരൊന്നും നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുറ്റബോധം തോന്നുന്നു. ദാറ്റ് ഇസ് കോൾഡ് എമോഷണൽ സിംറ്റംസ്. പിന്നെ സൈക്കോളജിക്കൽ സിംറ്റംസ്, ഞാൻ എങ്ങനെ ഇത് ചെയ്യും, ഞാൻ ചെയ്യുന്ന ഒരു വലിയ തെറ്റല്ലേ, ഞാൻ എങ്ങനെ എൻ്റെ ഗുരുക്കന്മാരെ കൊല്ലും, എൻ്റെ എങ്ങനെ ബന്ധുക്കളെ കൊല്ലും. ദാറ്റ് ഇസ് കോൾഡ് സൈക്കോളജിക്കൽ സിംറ്റം. ദെൻ ബിഹേവിയറൽ എന്ന് വെച്ചാൽ തളർന്നിരിക്കുക, ഗണ്ടിയൊക്കെ താഴെ വെച്ച് തളർന്നിരിക്കുക. അത് നന്നായിട്ട് ഭഗവത്ഗീതയിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. അപ്പം ആ ഒരു രംഗം നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ സിംറ്റംസ്, സ്ട്രെസ്സിൻ്റെ സിംറ്റംസ് നമുക്ക് ഓർക്കാൻ പറ്റും. ഫിസിക്കലി ശാരീരികമായിട്ട് തളർന്നു പോകുന്നു, വൈകാരികമായിട്ട് ഞാൻ തളർന്നു പോകുന്നു, മാനസികമായിട്ട് ഞാൻ തളർന്നു പോകുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ തളർന്ന് ഇരിക്കുക. അപ്പം ഫിസിക്കൽ, എമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ സിംറ്റംസ്. എന്തൊക്കെ കൊണ്ട് സ്ട്രെസ് ഉണ്ടാകാം, എന്തൊക്കെ കാരണമാണ് സ്ട്രെസ്സിൻ്റെ? കാരണം സ്ട്രെസ് ഉണ്ടാകാൻ കുറേ കാരണങ്ങളുണ്ട്. ആദ്യത്തെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ദ ഗോൾസ് ആണ്. ബ്ലോക്കിംഗ് ദ ഗോൾസ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഇറങ്ങുമ്പോൾ ആ കാര്യം നടക്കാതെ വരിക, അതിന് ബ്ലോക്ക് വരിക. ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരിടത്തേക്ക് സിനിമ കാണാൻ പോകുന്നു, സിനിമ കാണാൻ പറഞ്ഞു പെട്ടെന്ന് പറയുകയാണ് ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് സിനിമ നടക്കുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സിനിമ വേണ്ടാന്ന് വെച്ചു. അതല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി പരീക്ഷയ്ക്ക് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും വീട്ടിലൊരു അവിചാരിതമായ ഒരു സാഹചര്യം പരീക്ഷ എഴുതാൻ പറ്റാതെ വരിക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് പറയുകയാണ്, അച്ഛൻ പറയുകയാണ് നിങ്ങൾ പോകണ്ട, ഇവിടെ ഇരുന്ന് പഠിക്കൂ. ഇനി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പെട്ടെന്നൊരു സമരം വന്നു, ബസ് സമരം വന്നു, നമുക്കത് നടക്കാതെ വരിക, നമുക്ക് ഫ്രസ്ട്രേഷനായി. അല്ല, നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ എത്താതെ വരിക, അതിന് എന്തെങ്കിലും ബ്ലോക്ക് വരിക, അപ്പം ഫ്രസ്ട്രേഷൻ ഉണ്ടാകുക. ആ ഫ്രസ്ട്രേഷൻ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അടുത്ത പ്രഷർ, ഓവർ പ്രഷർ വരിക. ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, ഇത്ര കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യണം. പരീക്ഷയ്ക്ക് നമ്മൾ എഴുതാനിരിക്കുമ്പോൾ സമയം നമ്മൾ നോക്കാതെ നമ്മൾ കൂടുതൽ സമയം തീരാറായി എന്ന് നോക്കുമ്പോൾ ദാറ്റ് ഇസ് എ ടൈം പ്രഷർ. ഇതിനുള്ളിൽ നമ്മൾ തീർക്കണം. പക്ഷെ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ മിച്ചം വന്നുകൊണ്ടിരിക്കുക. ദാറ്റ്സ് കോൾഡ് പ്രഷർ. ദെൻ ലൈഫ് ഈവൻറ്റ്സ്, ചില അവിചാരിതമായ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. ചില സാഹചര്യത്തിൽ ഒരു അപകടം ഉണ്ടായി, കുടുംബത്തിൽ അപകടം ഉണ്ടായി, ഒരു കുടുംബത്തിൻ്റെ നാഥം നഷ്ടപ്പെട്ടു പോയി, അപ്പം ലൈഫ് ഈവൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായി, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു, അല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരു കൃഷി ഇറക്കാൻ വന്നു, മഴ പെയ്തു, കൃഷി നശിച്ചു പോയി, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, ഇതൊക്കെ ലൈഫ് ഈവൻറ്റ്സ് ആണ്. നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ഡെയിലി കാര്യങ്ങൾ, നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ജോലിക്ക് പോകുന്നുണ്ട്, ജോലിക്ക് പെട്ടെന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ബ്ലോക്ക് വന്നു, അവിചാരിതമായിട്ടൊരു ബ്ലോക്ക് വന്നു, അല്ലെങ്കിൽ സമയത്ത് ഓഫീസിൽ എത്താൻ പറ്റില്ല, ഓഫീസിൽ അന്ന് ഇൻസ്പെക്ഷനാണ്, സമയത്ത് എത്തിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്, ബാങ്കിൻ്റെ കീ കയ്യിലിരിക്കുകയാണ്, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ബ്ലോക്കായി പോയി, നമുക്ക് സമയത്ത് എത്താൻ പറ്റാതെ വരിക. ഡെയിലി ഹാസിൽസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ. കുട്ടികളുടെ പരീക്ഷയാണ്, പരീക്ഷയ്ക്ക് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് നമുക്കൊരു ബ്ലോക്ക് ഉണ്ടായി, ദാറ്റ് ഇസ് കോൾഡ് ഡെയിലി ഹാസിൽസ്. അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, നമ്മളുമായിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, അല്ല നമ്മുടെ സ്പൗസുമായിട്ട് നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം, ദാറ്റ് ഇസ് കോൾഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സോഷ്യൽ കണ്ടീഷൻ, പെട്ടെന്ന് സാമുദായികമായ സാഹചര്യങ്ങൾ നമുക്ക് വേണം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസ്. ചിലപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് പെട്ടെന്ന് ഒരു റോഡ് വൈഡനിങ് ചെയ്യാൻ പോകും, നമ്മുടെ കുറേ സ്ഥലം പോകുന്നിരിക്കുന്നത്, സ്ട്രെസ്സായി. അപ്പം നമ്മൾ ഏതെങ്കിലും കാരണം നമ്മുടെ വീട്ടിൽ നല്ലൊരു മരം നല്ല കാവലം തരുന്നുണ്ട്, പക്ഷെ അത് മറ്റുള്ളവർക്ക് ഇതുണ്ടാകുന്നു, അത് മാറ്റണം, നമ്മൾ മുറിച്ച് മാറ്റുന്നത്, അത് സോഷ്യൽ കണ്ടീഷൻസ്, മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കും നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ കടയുടെ ഒരു ഭാഗം പൊളിച്ചു മാറ്റണമെന്ന് പറയും, കാരണം റോഡിന് വീതി കൂട്ടാൻ പോവുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് സോഷ്യൽ കണ്ടീഷനിങ്. അപ്പം ഫ്രസ്ട്രേഷൻ ഉണ്ടാകാൻ പറ്റുന്ന കാരണങ്ങൾ, അല്ല സ്ട്രെസ് ഉണ്ടാകാൻ പറ്റുന്ന കാരണങ്ങൾ, ഒന്ന് ഫ്രസ്ട്രേഷൻ, സെക്കൻഡ് പ്രഷർ,
ലൈഫ് ഈവൻറ്റ്സ്, ഡെയിലി ഹാസിൽസ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, റിസൾട്ട് ഓഫ് സോഷ്യൽ കണ്ടീഷൻ. അപ്പം എപ്പോഴും സ്ട്രെസ്സ് പറയുമ്പോൾ സ്ട്രെസ് ഉണ്ടാകാമെന്നുള്ള കാരണങ്ങൾ നമ്മൾ എഴുതണം. അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ എന്തുകൊണ്ടാണ് സ്ട്രെസ് എന്ന് മാത്രമേ കേൾക്കില്ല, സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഒന്ന് ഫ്രസ്ട്രേഷൻ, അതായത് ബ്ലോക്കിംഗ് ദ ഗോൾസ്, എന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിന് തടസ്സമുണ്ടാകുക. പ്രഷർ, എന്തെങ്കിലും സമയം കൊണ്ടാകാം, പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടുതലാകാം, ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ വർക്ക് ലോഡ് കൂടുതലാകാം, അല്ലെങ്കിൽ പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ഒരു പ്രത്യേക വർക്ക് തീർക്കണമെന്നുള്ളതാകാം. ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും അവിചാരിതമായ സാഹചര്യങ്ങൾ, മരണമാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാതാകാം. അങ്ങനെ ലൈഫ് ഇവൻറ്റ്സ്. ഡെയിലി ആഴ്ച അവിചാരിതമായിട്ട് ചിലപ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ദിവസങ്ങളുണ്ടാകുന്ന തടസ്സങ്ങൾ. ദെൻ വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പിലുണ്ടാകുന്ന, പിന്നെ സാമുദായികമായ സാഹചര്യങ്ങൾ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ആണ്. കോൺഫ്ലിക്ട്സ് എപ്പോഴും സ്ട്രെസ് ഉണ്ടാകാം. കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, രണ്ട് വ്യക്തികളോ രണ്ട് സാഹചര്യങ്ങളോ രണ്ട് കാരണങ്ങളോ അഭിപ്രായ വ്യത്യാസം, അതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യത്തിനോടുള്ള രണ്ട് അഭിപ്രായമാകാം, അല്ലെ രണ്ട് കാര്യങ്ങളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ, ഒരു കാര്യത്തിനോട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാകാം. അപ്പം ഞാൻ ഒന്നെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ്, എനിക്ക് സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോകണം, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കണം എന്ന് ഞാൻ പറയാം. എൻ്റെ കൂട്ടുകാർ പറയാം, ഇല്ലേ ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്ക് വേറൊന്നും വേണം. അപ്പം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനായി. ഒരാൾ പറയും ഓൺലൈൻ ക്ലാസ് വേണം, ഒരാൾ പറയും ഓഫ്ലൈൻ ക്ലാസ് വേണം. അപ്പോൾ രണ്ട് പേരായി, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനായി, കോൺഫ്ലിക്റ്റായി. ഒരാൾ പറയാം പരീക്ഷ നേരത്തെ നടത്തണം, ഒരാൾ പറയാം പരീക്ഷ പിന്നെ നടത്തിയാൽ മതി. ഇപ്പം നമ്മുടെ സാഹചര്യത്തിലുണ്ടാകുന്ന, നമ്മുടെ സാഹചര്യത്തിൽ ഇഗ്നോയിൽ പറയുന്നത് ഓൺലൈൻ ക്ലാസ് വേണം, അല്ല ഓഫ്ലൈൻ ക്ലാസ് വേണം. രണ്ട് ഗ്രൂപ്പുണ്ട്, രണ്ട് രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ടെക്നോളജി ഇല്ല, ഞങ്ങൾക്ക് ഓഫ്ലൈൻ സബ്മിറ്റ് ചെയ്താൽ മതി. ദാറ്റ്സ് എ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു കാരണം. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. പല തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. അതിൽ ഒന്ന് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്, വ്യക്തിപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അത് എനിക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്. എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, ചെയ്യണോ വേണ്ടിയോ. ഇനി എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ, ചെയ്യണോ വേണ്ടിയോ. അപ്പോൾ രണ്ട് കോൺഫ്ലിക്റ്റ് ആയി. ദാറ്റ് ഇസ് കോൾഡ് ഇന്നർ കോൺഫ്ലിക്റ്റ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഒരാൾ ചെയ്യണമെന്ന് പറയാം, ഒരാൾ ചെയ്യണമെന്ന് പറയാം. അപ്പം കോൺഫ്ലിക്റ്റ് ആദ്യത്തെ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്, അത് വിത്തിൻ ദ ഇൻഡിവിജ്വൽ വിത്ത് ഇൻഡിവിജ്വൽസ്, ഒരു വ്യക്തിയിൽ തന്നെ ഉള്ളത്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത്. അടുത്ത ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ആ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് രണ്ടെണ്ണമുണ്ട്, ഇന്നർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ, ഒരു പാർട്ടിയുടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അകത്ത് ഉള്ള, ആ ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള അഭിപ്രായ വ്യത്യാസം, ദാറ്റ്സ് കോൾഡ് ഇന്നർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള, അത് എക്സ് പാർട്ടിയും വൈ പാർട്ടിയും തമ്മിലുള്ള, ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷവും തമ്മിലുള്ള പ്രശ്നം, രണ്ട് പാർട്ടികൾ തമ്മിലുള്ള, ദാറ്റ്സ് കോൾഡ് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. പിന്നെ അടുത്ത കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് സംഗതികൾ പോസിറ്റീവാണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ദാറ്റ് ഇസ് കോൾഡ് അപ്രോച്ച്. രണ്ട് സംഗതി കൊണ്ട് രണ്ടും നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഏതെങ്കിലും ഒന്നേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് രണ്ട് ജോലികൾ നമുക്കിരിക്കുന്നു, രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് കമ്പനി നമുക്ക് ജോലി കിട്ടി, രണ്ടും എല്ലാം കൊണ്ടും നല്ലതാണ്. രണ്ട് ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ. യു ചൂസ് വൺ. അപ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റ് ആയി. ദാറ്റ് ഇസ് കോൾഡ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് സംഗതികളും ഒരേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതിലേതെങ്കിലും ഒന്നേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ വരുന്ന കോൺഫ്ലിക്റ്റ്, ദാറ്റ്സ് കോൾഡ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. സ്ട്രെസ് ഉണ്ടാകും, ഏത് വേണം, സ്ട്രെസ് ഉണ്ടാകും. സെക്കൻഡ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. രണ്ട് സംഗതികളും നമുക്ക് ഇഷ്ടമല്ല,
പക്ഷേ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ആദ്യത്തേതിനകത്ത് 2 സംഗതികൾ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2 ജോലിയുടെ ഓഫർ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. ആ 2 ജോലിയിൽ ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റും. രണ്ടും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ദെൻ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. രണ്ടും നമുക്ക് ഇഷ്ടമല്ല. നമ്മളോട് ഒന്നെങ്കിൽ നമ്മളോട് പറയുകയാണ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി എടുക്കുക, അതല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ താൻ ഗാർഡിൻ്റെ ജോലി ചെയ്യുക. നമുക്ക് രണ്ടും ചെയ്യാൻ ഇഷ്ടമില്ല. നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ പറ്റില്ല, നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങണം. ഗാർഡിൻ്റെ ഡ്യൂട്ടി എടുക്കാൻ പറ്റില്ല, എനിക്ക് താല്പര്യമില്ലാത്ത ജോലിയാണ്. പക്ഷേ ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഇത് ചെയ്യുക, അല്ല ഇത് ചെയ്യാം. ഏതെങ്കിലും ഒന്നേ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് രണ്ടും ഇഷ്ടമല്ല. അപ്പം രണ്ടും ഇഷ്ടമല്ലാത്തതിൽ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ, ഒന്ന് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ദെൻ അപ്രോച്ച് തെറ്റിപ്പോയി ഇതിനകത്ത്. ഒന്ന് നെക്സ്റ്റ് വൺ ഈസ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ് അടുത്തത്. ഒന്ന് നമുക്ക് ചെയ്യാൻ താല്പര്യമാണ്, പക്ഷേ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇഷ്ടമല്ല. അതായത് എനിക്ക് വിദേശത്ത് ഒരു ജോലിക്ക് പോകാനായിട്ട് ഓഫർ കിട്ടി, പക്ഷേ എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയാണ്. എനിക്ക് ഫ്ലൈറ്റിൽ കയറണമെന്ന് താല്പര്യമുണ്ട്, അപ്പോൾ എനിക്ക് അതിന് ഫ്ലൈറ്റ് ഹൈറ്റിലേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം അല്ലെങ്കിൽ എനിക്ക് ഐസ്ക്രീം തിന്നണമെന്ന് ആഗ്രഹമുണ്ട്. ഐസ്ക്രീം തിന്ന് കഴിയുമ്പം എനിക്ക് എന്തെങ്കിലും വയറിനസുഖം ഉണ്ടാകും. ദാറ്റ് ഇസ് കോൾഡ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇതിനകത്തൊരു തെറ്റിപ്പോയിട്ടുണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതായത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്, പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ വീട്ടിലൊരു കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണം നല്ലതാണ്, പയ്യനെ ഇഷ്ടപ്പെടുന്നതുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ചിലവ് കൂട്ടി നടക്കണം, ചിലവ് കൂട്ടി നടക്കണ്ട എന്നുള്ളതാണ്. അതിൻ്റെ നല്ലതും ചീത്തയുണ്ടാവും. അപ്പം ഒരേ സാഹചര്യത്തിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ടാകും. ദാറ്റ് ഇസ് കോൾഡ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്, ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്, ഒരു വ്യക്തിക്ക് ഉള്ളിലുണ്ടാകുന്നത്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്നത്. ഒന്നെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്, സെക്കൻഡ് വൺ ഈസ് എ ഗ്രൂപ്പിനകത്തുണ്ടാകുന്നു, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാകുന്നത്. ദെൻ അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് സംഗതികളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒന്നേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് തെറ്റിപ്പോയിട്ടുണ്ട്, ഒരിക്കൽ പറയാം. നെക്സ്റ്റ് വൺ ഈസ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. നമുക്ക് ഒന്ന് ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ റിസൾട്ട് മോശമായി ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ, നമ്മൾ ഐസ്ക്രീം തിന്നുന്നു, അതുകൊണ്ട് നമുക്ക് വയറ്റ് വേദന ഉണ്ടാവും. വിദേശത്ത് പോകണമെന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഫ്ലൈറ്റിൽ കയറാൻ നമുക്ക് പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സംഗതി അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ദെൻ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. രണ്ടും നമുക്ക് ഇഷ്ടമല്ല, പക്ഷേ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഒരേ സാഹചര്യം തന്നെ ഇങ്ങനെ പലതും ഉണ്ടാക്കുക, അതിനെയാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുക. എങ്ങനെ നമുക്ക് ഇതിനെ മെഷർ ചെയ്യാം? എങ്ങനെ നമുക്ക് ഏതൊക്കെയാണ് ഇതിനെ മെഷർ ചെയ്യാനുള്ളത്? ഒന്ന്, ഫിസിയോളജിക്കൽ മെഷേഴ്സ്. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് സ്ട്രെസ് ഉണ്ടാകുന്ന ബി പി കൂടുന്നതാകാം, ബ്ലഡ് ലെവൽ ഷുഗർ ലെവൽ കൂടുന്നതാകാം, ഹാർട്ട് റേറ്റ് കൂടുന്നതാകാം. ദാറ്റ് ഇസ് കോൾഡ് ഫിസിയോളജിക്കൽ മെഷേഴ്സ്. ശാരീരികമായിട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് പല രീതിയിലുള്ള, ചിലപ്പം സ്കിന്നിനകത്തുണ്ടാകാം, ഹാർട്ട് റേറ്റ് കൂടുന്നതാകാം, ബി പി കൂടുന്നതാകാം, ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതാകാം, ഗ്ലൂക്കോസ് ലെവൽ താഴെ പോകുന്നതായിരിക്കും. ഇതിനെ നമുക്ക് ഫിസിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്ക് നടത്തി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ സൈക്കോളജിക്കൽ ടെസ്റ്റ്, ധാരാളം സ്ട്രെസ്സിനെ അളക്കാൻ വേണ്ടി ധാരാളം സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. ആ സ്ട്രെസ് ഏതൊക്കെ രീതിയിലാണെന്ന് അറിയാം. സ്ട്രെസ് ഇവൻസിനെ കുറിച്ച് അറിയാൻ അതിനളക്കാൻ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. ദെൻ ചെക്ക് ലിസ്റ്റ്, അത് നമ്മൾ കുറേ ചെക്ക് ലിസ്റ്റ് കൊടുക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ, ഈ ഓരോ സാഹചര്യങ്ങളും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ കാര്യം, അതിൽ കുറേ ചെക്ക് ലിസ്റ്റ് നമ്മൾ ചെക്ക് ലിസ്റ്റ് കൊടുക്കാം. ദെൻ ഇൻ്റർവ്യൂ, നമ്മൾ ഒരാളെ ഇരുത്തി നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണോ? ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്? ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിടാൻ പറ്റും? അപ്പം സ്ട്രെസ് മെഷർമെൻറ്റ് ഓഫ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ്സിനെ നമുക്ക് അളക്കാം. അപ്പം ഏത് ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്,
അത് ഫിസിയോളജിക്കൽ ടെസ്റ്റ് കൊണ്ട് നടത്താം. അത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ബി പി, ഒരു സിറ്റുവേഷനിൽ ബി പി കൂടുന്നുണ്ടോ, ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ സ്കിന്നിനകത്തുണ്ടാകുന്ന വ്യത്യാസം, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ കണ്ണിനകത്തുണ്ടാകുന്ന വ്യത്യാസം, നമ്മുടെ ബ്രെയിനിനകത്തുണ്ടാകുന്ന ചേഞ്ചസ്, ഇതൊക്കെ നമ്മൾ അളക്കാൻ പറ്റും. ഫിസിക്കൽ ചേഞ്ചസ്. ദെൻ സൈക്കോളജിക്കൽ, മാനസികമായി ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ടോ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണോ, അതെന്തൊക്കെയാണ്, സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. ദെൻ ചെക്ക് ലിസ്റ്റ്, നീണ്ട കുറേ ലിസ്റ്റുകൾ കൊടുക്കുക. ആ ലിസ്റ്റുകൾ കൊടുത്തിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പറയാം, അതെപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ട്. ദെൻ ഇൻ്റർവ്യൂ മെത്തേഡ്. നമുക്ക് ഒരിക്കലൂടെ എന്തൊക്കെയാണെന്ന് പഠിച്ചൊന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം. ആദ്യത്തെ ഹെൽത്താണ്. അപ്പം ഹെൽത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി രോഗമില്ലാത്ത അവസ്ഥയെ ആണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുക. രോഗമില്ലാത്തൊരവസ്ഥയെ നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നു. അതിൻ്റെ രോഗത്തിൽ രോഗലക്ഷണങ്ങളില്ലാത്തതിനെ നമ്മൾ ഒരു സാഹചര്യത്തിൽ ആരോഗ്യമുള്ള അവസ്ഥ എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി ഒരു ശാരീരികമായി ഒരാൾക്ക് സാഹചര്യങ്ങളുമായിട്ട് ചേരാൻ പറ്റുക, ശാരീരികമായി മാനസികമായി നമ്മൾ ചേരാൻ പറ്റുക, അതാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്ന അവസ്ഥ. ഡിസീസ് എന്ന് പറയുന്ന ഡോക്ടർമാർ പറയുന്ന ഇന്ന രോഗമെന്ന് ഡോക്ടർമാർ കണ്ടുപിടിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് നമ്മളെ പറയുന്നതാണ് നമുക്ക് ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥ. അതേസമയം ഇൽനെസ് എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്ന, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ആൾക്ക് തോന്നുന്ന, ഒരു ഇൻഡിവിജ്വലിന് തോന്നുന്ന അവസ്ഥ, രോഗലക്ഷണങ്ങളെയാണ് നമ്മൾ ഇൽനെസ് പറയുന്നത്. സിക്നെസ് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയായി നമുക്ക് ജോലിയിലോ അല്ല സാധാരണഗതിയിലുള്ള വർക്കിലോ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഏതാണോ അതാണ് സിക്നെസ് എന്ന് പറയാം. അപ്പം ഡിസീസ്, ഇൽനെസ്, സിക്നെസ്. പല പെർസ്പെക്റ്റീവുണ്ട്, പല വീക്ഷണങ്ങളുമുണ്ട് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പം. അത് ആദ്യം ബെസ്റ്റാണ്. അപ്പം രോഗമില്ലാത്ത അവസ്ഥ, ശാരീരികമായി ഒരു ഡോക്ടർമാരെ നോക്കി എന്തെങ്കിലും നോക്കി നമുക്ക് മറ്റസുഖങ്ങളൊന്നുമില്ല എന്ന് തീരുമാനിക്കുന്നതാണ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവായിട്ട്. ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പം ഇത് മാത്രമല്ല, മാനസികമായ ഇൻറ്റേർണലായിട്ടുള്ള ശാരീരികവും മാനസികവുമായുള്ള വെൽബീങ്ങിനെയാണ് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് പറയുക. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് പറയുമ്പോഴത്തേക്ക് അതല്ല, അത് ഇന്നർ പീസാണ്. അതായത് മൂന്നൂടെ, ശാരീരിക, മാനസികം, ആത്മീയമായിട്ടുള്ള ഒരു ഹെൽത്തി സിറ്റുവേഷനാണ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുക. ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബുക്കിനകത്ത് പ്രിന്റിങ് തന്നെ പഠി, ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം, അത് മനസ്സിലാക്കണം. അത് ആരോ കൊടുത്തിട്ടുണ്ട്. നോർമലായിട്ടൊരു രീതി, നോർമലായിട്ട് വന്ന് നമ്മൾ സാധാരണ ജീവിതം നയിച്ചു പോകുന്നതാണെങ്കിൽ അതിന് ഒരു സ്ഥിതി, ഏതെങ്കിലും നാച്ചുറൽ രീതിയിൽ നമുക്ക് രോഗമുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ, രോഗമുണ്ടെന്ന് ഫിസിഷ്യനെ ഡോക്ടർമാരെ എല്ലാം കണ്ടിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രോഗ്രസ് വന്ന് തിരിച്ച് നമ്മൾ നോർമൽ രീതിയിലേക്ക് നമ്മൾ ലൈഫ് നടത്തുക. ദാറ്റ് ഇസ് കോൾഡ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം. പല മോഡൽസ് ഉണ്ട് ഹെൽത്തിൻ്റെ, പല മോഡൽ, മെഡിക്കൽ മോഡലുണ്ട്. അപ്പം രോഗം, അത് എന്തുകൊണ്ട് രോഗമുണ്ടാകുന്നു, അത് കണ്ടുപിടിക്കുന്നു, അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അതിന് ഡോക്ടർമാരെ ഹെൽത്ത് ചെയ്യുന്നു. ദാറ്റ് ഇസ് കോൾഡ് മെഡിക്കൽ മോഡൽ. കാരണം എന്താ വെച്ചാൽ അസുഖമുണ്ടായാൽ ആ അസുഖമുള്ളവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മെഡിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ദെൻ ഹോളിസ്റ്റിക് മോഡൽ, സാധാരണഗതിയിൽ എന്താ അസുഖം ഉണ്ടായി നാച്ചുറലായിട്ടൊരു മനുഷ്യനെ എങ്ങനെ നമുക്ക് അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ദെൻ ബയോ സൈക്കോ സോഷ്യൽ, ശാരീരികം, മാനസികം, സാമുദായികമായി എന്തുകൊണ്ട് ആരോഗ്യം, എന്താണ് ആരോഗ്യം, അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എങ്ങനെ അതിനെ നേരിടാൻ പറ്റും. ദെൻ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ. ദെൻ സോഷ്യൽ മോഡൽ, സമുദായം എങ്ങനെയൊക്കെ മനുഷ്യരിൽ ബാധിക്കുന്നു, എങ്ങനെയൊക്കെ അവർക്ക് അനാരോഗ്യം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് ഓഫ് ആരോഗ്യം എന്താണ്, അതിനെ എങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ മോഡൽസ് ഒന്നും നമ്മൾ നോക്കി വെക്കാം. ഈ ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂമാണ്, അതൊരു മോഡലല്ല. അത് എന്താണ് അതിൻ്റെ പെർസ്പെക്റ്റീവ്, എങ്ങനെയാണ് ഹെൽത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് ഒരാൾ ജീവിക്കുക, ഹെൽത്തി ആയിട്ട് ജീവിക്കുക, അയാൾ നോർമൽ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് പോവുക. ഇൻ കേസ് അയാൾക്ക് ഒരു രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കുക, ആ രോഗം എന്താ ഡയഗ്നോസ് ചെയ്യുക, ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രോഗ്രസ് ചെയ്യുക, നോർമലായിട്ട് വരിക. ദാറ്റ് ഇസ് കോൾഡ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം. ദെൻ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ലൈഫ്, മെഡിക്കൽ മോഡൽ, ഹോളിസ്റ്റിക് മോഡൽ, ബയോസൈക്കോ മോഡൽ ആൻഡ് സോഷ്യൽ മോഡൽ.
കോൺസെപ്റ്റ് വെൽബീയിങ് എന്ന സമുദായത്തിൽ എങ്ങനെ ആരോഗ്യവാനായി ജീവിക്കുക, സമൂഹമായിട്ട് ചേരുക. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശാരീരികം ആയിട്ടല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സന്തോഷം ഉണ്ടാകണം. നമ്മൾ ജീവിക്കുന്ന ഞാൻ എന്തിനും ജീവിക്കുന്നു, ഞാൻ ജീവിക്കുന്ന എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് നമുക്ക് തോന്നുക, എനിക്ക് മറ്റുള്ളവരുണ്ടെന്ന് തോന്നുക, എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ തോന്നുക. അങ്ങനെ സന്തോഷവും ഞാൻ എനിക്കൊരു ജീവിതത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നമ്മുടെ പ്രതീക്ഷിക്കത്തുള്ള സാധനങ്ങൾ നമ്മൾ നേടി യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ ഡിസ്കംഫർട്ടും ഇല്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണ് വെൽബീയിങ് എന്ന് പറയുന്നത്. സന്തോഷം ഉണ്ടായിരിക്കണം, ഞാൻ ജീവിക്കുന്നുണ്ട് ഒരു കാര്യമുണ്ടെന്ന് തോന്നണം, മറ്റുള്ളവരായിട്ട് ചേരാൻ സാധിക്കണം, അതുകൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ നേടാൻ സാധിക്കണം. അങ്ങനെ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണ് ദാറ്റ് ഇസ് കോൺസെപ്റ്റ് ഓഫ് വെൽബീയിങ്. ദെൻ അത് സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എമോഷണൽ വെൽബീയിങ്, ശാരീരിക, മാനസിക, സാമുദായിക, ജോലി സ്ഥലത്തിലുള്ള ആൻഡ് സമൂഹത്തിലുമുള്ള സാമുദായികമായിട്ട് ഉള്ള ചേരലാണ് നമ്മൾ വെൽബീയിങ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രെസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ നമ്മുടെ ബോഡിയുടെ പ്രതികരണമാണ്. ആ പ്രതികരണത്തിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ഒരേ സമയത്ത് ഒരേ സാഹചര്യം, ഒരാൾക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കാം, സ്ട്രെസ് അല്ലാത്തതായിരിക്കാം. ഒരേ സാഹചര്യങ്ങളിൽ ഒരേ വ്യക്തിയിൽ സ്ട്രെസ് ആയിരിക്കാം, സ്ട്രെസ് അല്ലായിരിക്കാം. അതുപോലെ ഒരേ സാഹചര്യങ്ങളിൽ രണ്ടുപേരിൽ രണ്ട് രീതി ചെയ്യാം, ഒരാൾക്ക് സ്ട്രെസ് ആയിരിക്കാം, ഒരാൾക്ക് സ്ട്രെസ് അല്ലായിരിക്കാം. അപ്പം എങ്ങനെയാണോ നമ്മുടെ ശരീരവും മനസ്സും ആ സാഹചര്യത്തോട് പ്രതികരിക്കുന്നത്, ആ പ്രതികരണത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം മൈൻഡും ബോഡിയും, മനസ്സും ശരീരത്തിൻ്റെ പ്രതികരണമാണ്. അതിനോടുള്ള എങ്ങനെയാണോ ആ സാഹചര്യത്തിനോട് നമ്മൾ പ്രതികരിക്കുന്നത്, ആ പ്രതികരണത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം വളരെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യത്തോട്, മാറുന്ന സാഹചര്യത്തിനോട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സാഹചര്യത്തെ ഞങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ കാണുന്നു, ആ സാഹചര്യം എനിക്ക് താങ്ങാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ അതിനപ്പുറമാണോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രവൃത്തിയെ ബാധിച്ച് എനിക്കതുകൊണ്ട് പെരുമാറുന്ന ആ ഒരു സാഹചര്യത്തെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ബോഡീസ് റിയാക്ഷൻ ചേഞ്ച് ഇൻ ദ റിക്വേഴ്സ് ഫിസിക്കൽ, മെൻ്റൽ ഓർ ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ റെസ്പോൺസ്. അത് ശാരീരിക, മാനസികമായും വൈകാരികമായിട്ട് ആ സാഹചര്യങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നതാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് അതല്ല, നമ്മുടെ ഇന്നർ പീസാണ്, ആന്തരികമായ സമാധാനത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ട്രെസ്സസ് എന്തൊക്കെ കൊണ്ടാണ്? ഫിസിക്കൽ ആകാം, ദെൻ സൈക്കോളജിക്കൽ, എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ആൻഡ് ലൈഫ് ഇവൻറ്റ്സ്. ഇതാണ് സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. ഏതൊക്കെ സാഹചര്യമാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ദെൻ നേച്ചർ ഓഫ് സ്ട്രെസ്. ആ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാഹചര്യം നമ്മുടെ ഓപ്റ്റിമൽ ലെവൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. അത് നെഗറ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുക, അത് നമ്മളെ ബാധിക്കുക, നമ്മുടെ പ്രവൃത്തിയെ ബാധിക്കുക, അത് നെഗറ്റീവായിട്ട് ബാധിക്കുക. അതുകൊണ്ട് മാനസികമായ ശാരീരികമായ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അതാണ് സ്ട്രെസ്സിൻ്റെ സ്വഭാവങ്ങൾ. പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. യൂട്രസ് ഉണ്ട്, പോസിറ്റീവ് സ്ട്രെസ്, നെഗറ്റീവ് സ്ട്രെസ്, ഡിസ്ട്രെസ്. സാറിന് ഡിസ്ട്രെസ് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്. എക്സസൈസ് സ്ട്രെസ് പറയുന്നത് ഹൈപ്പർ സ്ട്രെസ് അത്രയല്ലെങ്കിൽ അതിന് പറയുന്നത് ഹൈപ്പർ സ്ട്രെസ് ആണ് പറയുന്നത്. അപ്പം യൂട്രസ്, ദാറ്റ് ഈസ് കോൾഡ് ഗുഡ് സ്ട്രെസ്. നെഗറ്റീവ് സ്ട്രെസ്, ദാറ്റ് ഈസ് ഹാംഫുൾ സ്ട്രെസ്. ഡിസ്ട്രെസ്, അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണം പറയുന്നത്. പിന്നെ ഹൈപ്പർ സ്ട്രെസ്, ഹൈപ്പോ സ്ട്രെസ്. സിംറ്റംസ് എന്തൊക്കെയാണ്? ഒന്ന് എമോഷണൽ സിംറ്റംസ്, വൈകാരികമായിട്ട് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. ഏറ്റവും നല്ലത് നമ്മൾ ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്ന കാര്യം ഓർത്താൽ മതി. എനിക്ക് എൻ്റെ ശരീരം തളർന്നു പോകുന്നുണ്ട്, എനിക്ക് വൈകാരികമായിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട്, എനിക്ക് എൻ്റെ മനസ്സ് ഒന്നും ചെയ്യാനായിട്ട് തോന്നിക്കുന്നില്ല, എനിക്ക് തളർന്നു പോകുന്നു, എനിക്ക് സങ്കടം വരുന്നു, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. ഇത്രയാണ്. കാരണം ഫിസിക്കൽ, എമോഷണലായിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ടാകാം, മാനസികമായിട്ടുള്ള പെരുമാറ്റത്തിലുണ്ടാകും. ഇത്തരം ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വൈകാരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പെരുമാറ്റത്തിലുണ്ടാകുന്ന പ്രശ്നം, ഇത്രയും കാര്യത്തിലാണ് സ്ട്രെസ് സിംറ്റം കാണിക്കുക. ദെൻ സോഴ്സസ് ഓഫ് സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ, എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ നടക്കാതെ വരിക, സമയം പ്രഷർ വരിക, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണത്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു ഓവർ പ്രഷർ വരും ഒരു കാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് വരിക, ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ,
ദിവസങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓരോ ദിവസങ്ങളിൽ ചിലപ്പോൾ ബ്ലോക്ക് ആകാം, ചിലപ്പോൾ കറണ്ട് പോകുന്നതാകാം, ചിലപ്പോൾ മഴയാകാം, കാലാവസ്ഥയിലുള്ള വ്യത്യാസമാകാം, ഇതെല്ലാം ആകാം. ദെൻ ഇൻ്റർപേഴ്സണൽ, വ്യക്തികളുമായിട്ടുള്ള, നമ്മുടെ രണ്ട് വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ കുടുംബത്തിലുള്ള ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നമാകാം, ജോലി സ്ഥലത്തുള്ളതാകാം, ഫ്രണ്ട്സുമായിട്ടുള്ളതാകാം, അയൽവക്കക്കാരൊക്കെ, അങ്ങനെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ദെൻ സോഷ്യൽ കണ്ടീഷൻ, സാഹചര്യങ്ങൾ മാറും, സമുദായത്തിൻ്റെ സാഹചര്യങ്ങൾ മാറും. ആ സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാകാം. ദെൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കോൺഫ്ലിക്റ്റ്. അടുത്ത ഒരു സ്ട്രെസ് ഉണ്ടാകുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. കോൺഫ്ലിക്റ്റിനകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക. രണ്ട് സംഗതികൾ അഭിപ്രായത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുക. ആ കോൺഫ്ലിക്റ്റ് ആദ്യത്തേത് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള. അപ്പം ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ഡിവൈഡ് ഇൻടു ടു, രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് വ്യക്തിയുടെ മാനസികമായി ഉള്ളിലുള്ള ഒരു വ്യക്തി തന്നെ ഒരു കാര്യം തന്നെ വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക, ഉള്ള സംശയം വരിക. അല്ലെങ്കിൽ രണ്ട് വ്യക്തി, ഒരേ കാര്യത്തിന് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. സോ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇന്നർ ആൻഡ് ഇന്റർ കോൺഫ്ലിക്റ്റ്. അതുപോലെ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനകത്തുള്ളതാകാം, രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകാം. അതാണ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ദെൻ അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് സാഹചര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഒന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് അപ്രോച്ച്. ഇത് കോൺഫ്ലിക്റ്റിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇവിടെ ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത്. കാരണം അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. കാരണം ഇതിനകത്തൊരു തെറ്റ് രണ്ടാമത് വന്നിട്ടുണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അവോയ്ഡൻസ് ആണ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ് എഴുതേണ്ടത്. അതുകൊണ്ട് അങ്ങനെ എടുത്ത് പറയുന്നത്. ഒന്ന്, രണ്ട് സാഹചര്യങ്ങൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഏതെങ്കിലും ഒന്നേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എളുപ്പം വേണമെങ്കിൽ നമുക്കൊരു ഇതുണ്ട്, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്ത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. അങ്ങനെ പറയാം, കക്ഷത്തിലിരിക്കുന്ന പോകും, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുന്നത് സാധാരണ ഗതിയിൽ നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ദെൻ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. നമ്മൾ പറയുന്നത് ഒരു സാഹചര്യം നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ മറുവശം നമുക്ക് സഹിക്കാൻ പറ്റും. നമ്മൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, സാധാരണ നമ്മൾ പറയുന്നത്. ദെൻ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അത് രണ്ടും നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് എടുത്തേ പറ്റുള്ളൂ. നമുക്ക് എളുപ്പം പറയാം, ചെകുത്താനും കടലിനും ഇടയ്ക്ക്. ചെകുത്താനും പറ്റിയല്ല, കടലും പറ്റില്ല, പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒന്നും ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇത് മൂന്നും ഓർത്ത് നമുക്ക് ഓർക്കാം. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ്. പല രീതിയിലും ഇത് നമുക്ക് ഉണ്ടാകുക, ഒരേ സാഹചര്യങ്ങളിൽ തന്നെ പലരിലും പല രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ കോൺഫ്ലിക്ട്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അങ്ങനെയാണ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. എങ്ങനെ ഇതിനെ അളക്കാം? ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ഫിസിയോളജിക്കലായിട്ടുള്ള നമ്മുടെ BP ഒക്കെ മാറുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ സൈക്കോളജിക്കൽ ടെസ്റ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, ധാരാളം സ്ട്രെസ്സിനെ അളക്കാൻ വേണ്ടി സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. ദെൻ ചെക്ക് ലിസ്റ്റ്, ഒരു നീണ്ട ലിസ്റ്റുകളാണ് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ട് ആ കാര്യങ്ങൾക്കകത്ത് ഏതൊക്കെയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കുക. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് സ്ട്രെസ്സിനെ നമുക്ക് ഓവർകം ചെയ്യാൻ നോക്കാം. ദെൻ ഇൻ്റർവ്യൂ, ഒരാളെ നമ്മൾ വിളിച്ച് ഇൻ്റർവ്യൂ നടത്തി നമുക്ക് എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്, എത്ര രീതിയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ട് എന്ന് നമുക്ക് അളക്കാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് സ്ട്രെസ്, അതെങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ സ്ട്രെസ്സുമായിട്ട് കോപ്പ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കണം. അപ്പം സ്ട്രെസ് ഉണ്ടായ എന്തൊക്കെ നമുക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ആ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതുമായിട്ട് എങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രെസ് എന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് മാനസിക, കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തിരുന്നു, എന്നാൽ ഒന്നുകൂടെ പറഞ്ഞിരുന്നു. ഹെൽത്ത് എന്താണ്, വെൽബീയിങ് എന്താണ്, സ്ട്രെസ് എന്താണ്, സ്ട്രെസ് എങ്ങനെ ഉണ്ടാകുന്നു, ഏതൊക്കെ സാഹചര്യങ്ങളാണ്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ് ഉണ്ടാകുന്നു, എങ്ങനെയൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്, അതിനെ നമുക്ക് എങ്ങനെയൊക്കെ അളക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്.
അടുത്ത ക്ലാസ്സിൽ നാളെ നമ്മൾ സ്ട്രെസ്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് സ്ട്രെസ്സിനെ എങ്ങനെ കോപ്പ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കും. സ്ട്രെസ് ഇതും ഹെൽത്ത്, സ്ട്രെസ് ഇതിനകത്ത് പഠിച്ച 2 ഭാഗങ്ങളാണ്. അതിനകത്ത് കോൺഫ്ലിക്റ്റ് നമ്മൾ സെപ്പറേറ്റ് ഇട്ട് പഠിക്കാനാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് കോൺഫ്ലിക്റ്റ് തന്നെ ചോദിക്കാറുണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്ട്സ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. താങ്ക് യു.